കടത്ത് ആരോപണങ്ങളിൽ മലപ്പുറം മുൻ SP സുജിത് ദാസിനെതിരെ കസ്റ്റംസ് ഇന്റലിജൻസ് അന്വേഷണം തുടങ്ങി. അതേസമയം സുജിത് ദാസിനെതിരെ കൂടുതൽ ആരോപണങ്ങളും ഉയർന്നു. മലപ്പുറം ക്യാമ്പ് ഓഫീസിൽ അനധികൃതമായി ക്രിക്കറ്റ് നെറ്റ്സ് നിർമ്മിച്ചു എന്നതാണ് ആരോപണം. നിലമ്പൂർ സ്വദേശി ഇസ്മയിലാണ് കഴിഞ്ഞ വർഷം വിജിലൻസിന് പരാതി നൽകിയത്. SP ഓഫീസിലെ പുതിയ കെട്ടിട നിർമ്മാണത്തിനെത്തിച്ച മെറ്റലും സിമന്റും വകമാറ്റി ക്രിക്കറ്റ് നെറ്റ്സ് നിർമ്മിച്ചെന്നാണ് പരാതി. മുബഷിർ പി അക്ബർ നൽകും കൂടുതൽ വിവരങ്ങൾ. മുബഷിർ പി അക്ബർ, SP ആയിരിക്കുന്ന വേളയിൽ മലപ്പുറത്ത് നടത്തിയ ക്രമക്കേടുകൾ എന്തൊക്കെയാണ് സുജിത് ദാസിനെതിരെ ഇപ്പോൾ പരിശോധിക്കപ്പെടുന്നത്? അടിസ്ഥാനത്തിൽ ഇപ്പോൾ കസ്റ്റംസ് ഇന്റലിജൻസ് വിഭാഗം പ്രാഥമിക അന്വേഷണം സുജിത് ദാസിനെതിരെ ആരംഭിച്ചിരിക്കുന്നത്. സുജിത് ദാസ് സ്വർണ്ണക്കടത്ത് സംഘത്തിന് സഹായം നൽകിയിട്ടുണ്ടോ എന്നതാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. അതിനിടയിൽ മറ്റൊരു ആരോപണം കൂടി സുജിത് ദാസിനെതിരെ ഉയർന്നു വരുന്നുണ്ട്. നേരത്തെ ക്യാമ്പ് ഓഫീസിൽ നിന്നും മരങ്ങൾ മുറിച്ചു മാറ്റി അനധികൃതമായി അവ മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു എന്ന രീതിയിലുള്ള ഒരു വെളിപ്പെടുത്തൽ PV അൻവർ MLA പുറത്തുവിട്ടിരുന്നു. സമാനമായ രീതിയിലുള്ള ആരോപണമാണ് സുജിത് ദാസിനെതിരെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ക്യാമ്പ് ഓഫീസിലും അത്തരത്തിൽ അനധികൃതമായി ക്രിക്കറ്റ് നെറ്റ്സ് നിർമ്മിച്ചു എന്നുള്ളതാണ് പരാതി. നിലമ്പൂരിലെ പൊതുപ്രവർത്തകനും ഇടത് സ്വതന്ത്ര കൗൺസിലർ കൂടിയായ ഇസ്മായിലാണ് വിജിലൻസിന് കഴിഞ്ഞ വർഷം ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി നൽകിയത്. എന്നാൽ ഈ ഒരു പരാതി അട്ടിമറിക്കപ്പെട്ടു എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. SP ഓഫീസിൽ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന് വേണ്ടി എത്തിച്ച സിമന്റും കമ്പികളും ഉപയോഗിച്ചുകൊണ്ടാണ് അനധികൃതമായി 1 ലക്ഷത്തോളം രൂപ ചെലവിൽ ഇത്തരത്തിലൊരു ക്രിക്കറ്റ് നെറ്റ്സ് നിർമ്മിച്ചത് എന്നുള്ളതാണ് ഇസ്മായിൽ ചൂണ്ടിക്കാണിച്ചത്. ഇതിനാവശ്യമായ നെറ്റ് പൊന്നാനി ഹാർബറിൽ നിന്നാണ് സ്പോൺസർ ചെയ്യിപ്പിച്ചത്. അതെടുക്കാൻ പോലീസ് ജീപ്പ് വിട്ടെന്ന് ഈ ഒരു പരാതിയിൽ പറയുന്നുണ്ട്. എന്നാൽ പരാതി വിജിലൻസിന് ലഭിച്ച് 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ ഒരു പരാതി അട്ടിമറിക്കപ്പെട്ടു. തന്റെ മൊഴി പോലും രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇസ്മായിൽ ചൂണ്ടിക്കാണിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ തൃശൂർ DIGയുടെ നേതൃത്വത്തിൽ ഒരു വിശദമായ അന്വേഷണം നടക്കുമ്പോൾ ആ അന്വേഷണ പരിധിയിൽ ഇതും കൊണ്ടുവരണം എന്നുള്ളതാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. സുജയ. ഓക്കെ, താങ്ക് യു. മുബഷിർ പി അക്ബറാണ് അപ്ഡേറ്റ്സുമായി നമുക്കൊപ്പം ചേർന്നത്.